ഹായ് ഓൾ. അപ്പോൾ ഒരു 5-6 മാസങ്ങളായല്ലേ, 5-6 മാസങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അത് ഇത് ചെയ്യാന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ചെയ്യാം. ഇപ്പൊ ഞാൻ പൊതുവെ ഇങ്ങനെ കുറച്ച് മടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പവർ സിസ്റ്റം 1. അതിനകത്ത് വാക്വം സർക്യൂട്ട് ബ്രേക്കർ. ഓൾറെഡി ഞാൻ സർക്യൂട്ട് ബ്രേക്കറിന്റെ വീഡിയോസ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഹൗ ദ ആർക്സ് ആർ ഫോംഡ്, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ബ്രേക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നേരം അന്ന് പിന്നെ ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ സെമ്മിൽ ഞാൻ കൂടുതലും സിങ്ക്രോണസ് മെഷീൻസും ഇൻഡക്ഷൻ മോട്ടർ ആ പേപ്പറാണ് ചെയ്തിരുന്നത്. പവർ സിസ്റ്റത്തിന്റെ ഒരു 5-6 വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ സെമ്മില് പവർ സിസ്റ്റത്തിന്റെ വീഡിയോസ് കൂടുതൽ ചെയ്യാൻ നോക്കാം. ദെൻ ഇവിടെ ഇപ്പൊ സർക്യൂട്ട് ബ്രേക്കർ, വാക്വം സർക്യൂട്ട് ബ്രേക്കർ ആണ് എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അത് കണ്ടിട്ട് വേണം ഈ സർക്യൂട്ട് ബ്രേക്കർ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഞാൻ സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ആർക്ക് ഫോർമേഷൻ ഒക്കെ. അപ്പൊ എന്താണ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ? ആ പേരിൽ തന്നെ ഉള്ളത് പോലെ വാക്വം ആണ് നമ്മുടെ മെയിൻ ആർക്ക് ക്വെഞ്ചിങ് മീഡിയം. ഇനി എന്താണ് ആർക്ക് ക്വെഞ്ചിങ് മീഡിയം? ഇപ്പൊ എങ്ങനെയാണ് ആർക്ക് ഫോം ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടോ? ആർക്ക് ഫോം ചെയ്യുന്നത് സർക്യൂട്ട് ബ്രേക്കേഴ്സിന് ബേസിക്കലി 2 മെയിൻ കോണ്ടാക്ട്സ് ഉണ്ടാവും. ദേ ആർ ദ ഫിക്സഡ് കോണ്ടാക്ട്സ് ആൻഡ് ദ മൂവിംഗ് കോണ്ടാക്ട്സ്. ഈ ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിംഗ് കോണ്ടാക്റ്റും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഫോൾട്ടി കറണ്ട് വന്ന് ഫോളോ ചെയ്യുമ്പോഴത്തേനും മൂവിംഗ് കോണ്ടാക്ട് ബ്രേക്ക് അവേ ഫ്രം ദിസ് കോണ്ടാക്ട് അല്ലെങ്കിൽ മൂവ് അവേ ഫ്രം ദിസ് കോണ്ടാക്ട്. അങ്ങനെ മൂവ് അവേ ആയി കഴിയുമ്പോൾ ഈ 2 കോണ്ടാക്റ്റിനിടയ്ക്ക് അയണൈസേഷൻ ഓർ വേപ്പറൈസേഷൻ ഓഫ് എയർ കാരണം ഒരു ആർക്ക് ഫോം ചെയ്യും കേട്ടോ. ഒരു ആർക്ക് ഫോം ചെയ്യും. അതാണ് ആർക്ക് ഫോർമേഷൻ അല്ലെങ്കിൽ ആർക്ക് ക്വെഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ആർക്ക് ക്വെഞ്ച് ചെയ്യുന്ന ആർക്കിനെ പ്രിവെന്റ് ചെയ്യുന്ന മീഡിയം വാക്വം ആണ്. കമ്പയർ ചെയ്യുമ്പം ഇപ്പൊ ബാക്കിയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ആർക്ക് ക്വെഞ്ചിങ് മീഡിയം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആർക്ക് ക്വെഞ്ചിങ് മീഡിയം വാക്വം തന്നെയാണ്. അപ്പം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്, ഓയിൽ മാസ്ഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്, പിന്നെ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സിന് എല്ലാം മീഡിയം ഉണ്ടല്ലോ. അപ്പൊ ഓയിൽ മാസ്ഡ് അല്ലെങ്കിൽ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ആകുമ്പോൾ അവിടുത്തെ മീഡിയം ഓയിൽ തന്നെയാണ്. പിന്നെ എയർ ബ്ലാസ്റ്റ് ആകുമ്പോൾ എയർ ആണ് മീഡിയം. പിന്നെ SF6 ആകുമ്പോൾ SF6 ഗ്യാസ് ആണ് ആർക്ക് ക്വെഞ്ചിങ് മീഡിയം. ഇവിടെ വാക്വം സർക്യൂട്ട് ബ്രേക്കർ ആകുമ്പോൾ വാക്വം ആണ് ആർക്ക് ക്വെഞ്ചിങ് മീഡിയം. അപ്പോൾ ആ ഒരു മീഡിയം യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന അവിടുത്തെ ഡൈഇലക്ട്രിക് സ്ട്രെങ്തിനെ കൂടുതൽ പവർഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബാക്കി ഉള്ള മീഡിയംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാക്വത്തിന് കഴിയും. ഓക്കെ, ബാക്കിയുള്ള മീഡിയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാക്വത്തിന് കൂടുതൽ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് വാക്വം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ബെറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ? ഈ ഞാൻ നോട്ട്സ് എല്ലാം എഴുതിയിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, നോക്കിക്കോണം. ഞാൻ ഇത് ഇപ്പൊ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് ബോർഡിലോട്ട് എഴുതിയിട്ടേ ഉള്ളൂ, ഞാൻ വേറെ പേപ്പറിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വാട്സാപ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യ. സോ നിങ്ങൾ ഈ നോട്ട് എഴുതി എടുത്തിട്ട് വേണോട്ടോ പഠിക്കാൻ. നോക്കിക്കോ, ഞാൻ വായിക്കാം. ഇൻ സച്ച് ബ്രേക്കർ മീൻസ് ഇൻ വാക്വം സർക്യൂട്ട് ബ്രേക്കർ. In such breakers, vacuum is used as the arc quenching medium. Since vacuum offers the highest insulating strength, it has far superior arc quenching properties than any other medium. എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് പറഞ്ഞു. അതിനെല്ലാം ഉള്ളതിനേക്കാൾ വാക്വത്തിനാണ് കൂടുതൽ ഇൻസുലേറ്റിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതാണ് ഒരു ഇൻട്രോ ആയിട്ട് എഴുതുന്നത്. Then principle, next principle എപ്പോഴും എന്ത് തന്നെയാണ്? മൂവിംഗ് കോണ്ടാക്ട് ഉണ്ടാവും, ഫിക്സഡ് കോണ്ടാക്ട് ഉണ്ടാവും. ഒരു ഫോൾട്ടി കറണ്ട് വന്നിട്ട് ഈ 2 കോണ്ടാക്ട്സിനിടയ്ക്ക് ഫോൾ ചെയ്യുമ്പോഴത്തേനും അവിടെ ആർക്ക് ഫോം ചെയ്യും. അതാണ് ഫസ്റ്റ് പോയിന്റിൽ ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. When the contacts of the breaker are opened in vacuum, an arc is produced between the contacts by the ionization of metal vapors of contacts. അതെന്താണ് ആർക്ക് ഫോർമേഷൻ എങ്ങനെയാന്നാ പറഞ്ഞത്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്താ, ഒരു ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിംഗ് കോണ്ടാക്റ്റും അതിന്റെ ഇടയിലേക്ക് ഒരു ഫോൾട്ടി കറണ്ട് വന്ന് ഫോളോ ചെയ്യുമ്പോഴത്തേനും എന്തുണ്ടാവും? അയണൈസേഷൻ ഓർ ദ വേപ്പറൈസേഷൻ ഓഫ് ദ മീഡിയം കാരണം അവിടെ ആർക്ക് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞ കോണ്ടാക്ട്സ് ഓഫ് ദ അയണൈസേഷൻ ഓപ്പൺഡ് ഇൻ വാക്വം ആൻഡ് ആർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലെ. ആർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ് ഓഫ് ദ അയണൈസേഷൻ ഓഫ് മെറ്റൽ വേപ്പേഴ്സ് ഓഫ് ദ കോണ്ടാക്ട്. ഹൗഎവർ, ഇനിയുള്ള പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ.
However, arc is quickly extinguished എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും ആർക്ക് പെട്ടെന്ന് എക്സ്റ്റിങ്ക്വിഷ് ആവും, വാനിഷ് ആവും. എങ്ങനെയാ എക്സ്റ്റിങ്ക്വിഷ്? ബിക്കോസ് the metallic vapors, ions and electron produced during arc. ആർക്കിന്റെ സമയത്ത് തന്നെ ഇലക്ട്രോൺസും അയോൺസും പിന്നെന്താ മെറ്റാലിക് വേപ്പേഴ്സും പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. റാപ്പിഡ്ലി കണ്ടൻസ് ഓൺ ദ സർഫസ് ഓഫ് ദ സർക്യൂട്ട് ബ്രേക്കർ കോൺടാക്ട്സ്. എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ സർക്യൂട്ട് ബ്രേക്കറിന്റെ കോൺടാക്ട്സ്, മൂവിംഗ് കോൺടാക്റ്റും ഫിക്സഡ് കോൺടാക്റ്റും ഇല്ലേ, ആ സർക്യൂട്ട് ബ്രേക്കറിന്റെ കോൺടാക്ട്സിലേക്ക് പെട്ടെന്ന് തന്നെ കണ്ടൻസ് ആകും. റിസൾട്ടിങ് ഇൻ ക്വിക്ക് റിക്കവറി ഓഫ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. അങ്ങനെ പെട്ടെന്ന് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് റിക്കവർ ആവും. ഈ പറഞ്ഞ എന്താന്ന് മനസ്സിലാവും. സിമ്പിൾ ആയിട്ട് ഈ ആർക്ക് ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ആർക്കിന്റെ കോൺടാക്ട്സിലേക്ക് അല്ലെങ്കിൽ ഈ സർക്യൂട്ട് ബ്രേക്കറിന്റെ കോൺടാക്ട്സിലേക്ക് കണ്ടൻസ് ആവും. എന്ത്? ഇലക്ട്രോൺസോ അയോൺസോ അല്ലെങ്കിൽ മെറ്റാലിക് വേപ്പേഴ്സോ ഫോം ചെയ്ത് ഈ സർക്യൂട്ട് ബ്രേക്കറിന്റെ കോൺടാക്ട്സിലേക്ക് കണ്ടൻസ് ആവും. അങ്ങനെ കണ്ടൻസ് ആകുമ്പോൾ പെട്ടെന്ന് ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുകയും ചെയ്യും. സർക്യൂട്ട് ബ്രേക്കറിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ക്വിക്കായിട്ട് റിക്കവർ ആവുകയും ചെയ്യും. അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഈസി ആയിട്ട് റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഇതാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദെൻ കൺസ്ട്രക്ഷൻ സിംപ്ലി കൺസിസ്റ്റ് ഓഫ് ഫിക്സഡ് പോയിന്റ്, മൂവിംഗ് കോൺടാക്ട് ആൻഡ് ദി ആർക്ക് ഷീൽഡ്. ഞാൻ ഇതിന്റെ പിക്ചർ കൊടുക്കാം, അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു മൂവിംഗ് കോൺടാക്ട്സ് ഉണ്ട്, പിന്നെ ആർക്ക് ഷീൽഡ് ഉണ്ട് മൗണ്ടഡ് ഇൻസൈഡ് ദ വാക്വം ചേംബർ. രണ്ട് സൈഡിലും വാക്വം ഷീൽഡ് ഉണ്ട് കേട്ടോ, ആർക്ക് ചേംബർ ഉണ്ട് കേട്ടോ. അപ്പോ എന്താണ്? വാക്വം ചേംബറിന് ഇൻസൈഡ് ആയിട്ട് അല്ലെങ്കിൽ വാക്വം ചേംബറിനകത്ത് ആർക്ക് ഷീൽഡ് മൗണ്ട് ചെയ്തിട്ടുണ്ട്. Then the movable member is connected to the control mechanism by stainless steel bellows. എന്ന് പറഞ്ഞാലേ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബെലോസ് ഞാനും ആക്ച്വലി ഇതധികം കണ്ടിട്ടില്ല, വാക്വം സർക്യൂട്ട് ബ്രേക്കർ കണ്ടിട്ടില്ല. അന്നേരം ഞാൻ ആനിമേറ്റഡ് വീഡിയോ നോക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലെ ആനിമേറ്റഡ് വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സ്റ്റെയിൻലെസ് ദിസ് എനേബിൾസ് ദ പെർമനന്റ് ഷീൽഡിംഗ് ഓഫ് വാക്വം ചേംബർ. അതാണ് വാക്വം ചേംബറിന്റെ പെർമനന്റ് ഷീൽഡിംഗ് എനേബിൾ ചെയ്യുന്നത്. സോ ആസ് ടു എലിമിനേറ്റ് ദ പോസിബിലിറ്റി ഓഫ് ലീക്ക്. അപ്പോൾ മൊത്തം ഒരു കവറിംഗ് പോലെ ഇരിക്കുന്നത്. അന്നേരം ഈ വാക്വം ചേംബർ അല്ലേ, അതിനകത്തുള്ള വാക്വത്തിന് ലീക്ക് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഗ്ലാസ് വെസൽ ഓർ സെറാമിക് വെസൽ ഇസ് യൂസ്ഡ് ആസ് ദ ഔട്ടർ ഇൻസുലേറ്റിംഗ് ബോഡി. ഔട്ടർ ഇൻസുലേറ്റിംഗ് ബോഡി എന്ന് പറഞ്ഞപ്പോൾ ഡി സി മെഷീൻസ് നമ്മൾ പഠിക്കുമ്പോഴത്തേനും കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി മോട്ടോർ ഓർ ഡി സി ജനറേറ്റർ പഠിക്കുമ്പോൾ ദ ടോട്ടൽ ഔട്ടർ കവറിംഗ് ഓഫ് ദി മോട്ടർ അല്ലെങ്കിൽ മെഷീൻ നമ്മൾ യോക്ക് എന്ന് പറയില്ലേ, അതുപോലെ ഇവിടെ എന്താണ്? ഒരു ഗ്ലാസ് വെസൽ അല്ലെങ്കിൽ സെറാമിക് വെസൽ ആണ് ടോട്ടൽ ഔട്ടർ കവറിംഗ് ഓഫ് ദ സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് ദ ആർക്ക് ഷീൽഡ്. ഇതെന്താ സംഭവം? ഞാൻ നിന്നിട്ടാ എഴുതുക, അപ്പൊ എനിക്ക് ഇങ്ങനെ ചരിഞ്ഞങ്ങ് പോകും. ഞാൻ ഇരുന്നിട്ട് എഴുതി, നീ സ്ട്രെയിറ്റ് നിന്ന് എഴുതുമ്പോ കുഴപ്പമില്ല, ഇങ്ങനെ നിന്നിട്ട് താഴോട്ട് എഴുതുമ്പോ അത് പറ്റില്ല. So the arc shield prevents the deterioration of the internal dielectric strength by preventing metallic vapors falling on the inside surface of the outer insulating cover. ഈ deteriorate എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ ചെയ്യുന്നതാണ്. ഈ ഡിറ്റീരിയോറേറ്റ് എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ആർക്ക് ഷീൽഡ് പ്രിവെന്റ്സ് ദ ഡിറ്റീരിയോറേഷൻ ഓഫ് ദ ഇന്റേണൽ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. ഇപ്പം ഈ വാക്വത്തിന്റെ ഇന്റേണൽ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിനെ നിർത്തണമല്ലോ നമുക്ക്. അപ്പൊ ആ ഇന്റേണൽ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിനെ പ്രിവെന്റ് ചെയ്യുന്നത് ആർക്ക് ഷീൽഡ് ആണ് പ്രിവെന്റ് ചെയ്യുന്നത്. ആർക്ക് ഷീൽഡ് എങ്ങനെ പ്രിവെന്റ് ചെയ്യും? strength by preventing metallic vapors falling on the inside surface of the outer insulating cover. Outer insulating cover ഏതാ? ഈ ഗ്ലാസ് വെസൽ അല്ലെങ്കിൽ സെറാമിക് വെസൽ ആണ്. ഈ ഗ്ലാസ് വെസൽ അല്ലെങ്കിൽ സെറാമിക് വെസലിന്റെ ഔട്ടർ സൈഡിലേക്ക് ഫോൾ ചെയ്യുന്ന മെറ്റാലിക് വേപ്പേഴ്സിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ ആർക്ക് ഷീൽഡ്, ഇന്റേണൽ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ വാക്വത്തിന് എന്ത് ചെയ്യും? ആർക്ക് ഷീൽഡ് പ്രിവെന്റ് ചെയ്യും. ഈ ഫോൾ ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് ആർക്ക് ഷീൽഡ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിനെ പ്രിവെന്റ് ചെയ്യും. അത്രേ ഉള്ളൂ ഇതിന്റെ മീനിങ്. ഡിറ്റീരിയോറേഷൻ എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡൗട്ട് ആവും, ഇതെന്താ ഈ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഉള്ള ഡൗട്ട് ആവും. സിംപ്ലി ഒരു കാര്യത്തിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് മെയിൻ ഫംഗ്ഷനെ പ്രിവെന്റ് ചെയ്യുന്നു, അതാണ് ഇവിടുത്തെ ഉദ്ദേശം. ആ ഒരു കാര്യത്തിനെ പ്രിവെന്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ്? ആ ഔട്ടർ കവറിങ്ങിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ യോക്കിലേക്ക് ഫോൾ ചെയ്യുന്ന മെറ്റാലിക് വേപ്പേഴ്സിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് ആർക്ക് ഷീൽഡിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ,
അപ്പോ ഇവിടെ ഇപ്പോ ഞാനൊരു ഇൻട്രോ പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വർക്കിങ്ങും എഴുതിയിട്ട് പിക്ചറും കാണിച്ചേക്കാം. അപ്പൊ നിങ്ങൾ ഈ നോട്ട്സ് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, ഞാനിവിടെ അഗെയിൻ വർക്കിംഗ് എഴുതിയിട്ടുണ്ട്. എല്ലാം പറയുന്ന സെയിം കാര്യം തന്നെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഇതെല്ലാം അങ്ങ് വായിച്ചിടാം കേട്ടോ. ആക്ച്വലി ടൈം 12 മണി രാത്രി. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഇന്ന് കുറേ വീഡിയോ എടുത്തേ. ഞാൻ നല്ല ടയേർഡാണ്. അതിലൊരു വീഡിയോയെ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്ന് വിചാരിച്ചിട്ട് എടുത്തോണ്ടിരുന്നത്. ആദ്യം എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ തീരാറായപ്പോ എനിക്ക് ഉറക്കം വരുന്നു. നല്ല ടയർഡായി. ഓക്കെ, വർക്കിംഗ്. വീഡിയോ കാണുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, എന്റെ വീഡിയോസ് ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാരും കുത്തിയിരുന്ന് കാണുന്നുണ്ട്. നോൺ സബ്സ്ക്രൈബേഴ്സ് 82%, സബ്സ്ക്രൈബേഴ്സ് 18%. ഇത്രയും വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന്റെ ഇതാണ് പറഞ്ഞേ. 82% നോൺ സബ്സ്ക്രൈബേഴ്സ് ആണ് വ്യൂവേഴ്സ്. ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രം ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കാണുകയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ദെൻ വർക്കിംഗ്. ഇവിടെ വർക്കിംഗ് പറയുമ്പോൾ ഞാനിപ്പോൾ ഇത് വായിക്കട്ടോ. When the breaker operates, the moving contact separates from the fixed contact and arc is struck between the contact. അല്ലേ, ഫോൾട്ടി കറന്റ് വരുമ്പോഴത്തേനും മൂവിങ് കോണ്ടാക്ട് ഫിക്സഡ് പോയിന്റിൽ നിന്ന് ബ്രേക്ക് അവേ ആയിട്ട് പോകും, ആർക്ക് ഫോം ചെയ്യും. The production of arc is due to the isolation of metal ion and depends very much upon the material of contacts. ആണ് ആർക്ക് ഉണ്ടാവുന്നത് അയണൈസേഷൻ ഓഫ് ദ വേപ്പറൈസേഷൻ ഓഫ് ദി അയോൺസ് ആണ്. ഇനി arc is quickly extinguished between the metallic vapors. Electrons and ions produced during arc are diffused in a short time. ആർക്ക് ഭയങ്കര കുറച്ച് സമയത്തേക്ക് മാത്രമേ 10⁵ milliseconds അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആദ്യത്തെ വീഡിയോ കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ഭയങ്കര ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലേക്ക് മാത്രമേ ആർക്സ് ക്വെൻച്ച് ചെയ്യുള്ളൂ, ആർക്ക് നിൽക്കത്തുള്ളൂ, arc form ചെയ്യുള്ളൂ. And seized by the surface of moving and fixed members and shields. Since vacuum has very fast rate of recovery of dielectric strength. അല്ലെ, അതുകൊണ്ടാണ് നമ്മൾ വാക്യൂം ആണ് എപ്പോഴും ബെറ്റർ, വാക്യൂം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് ഭയങ്കര ബെറ്റർ എന്ന് പറയാനുള്ള റീസൺ തന്നെ ഡയലക്ട്രിക് സ്ട്രെങ്ത് കൂടുതൽ പ്രിവെന്റ് ചെയ്ത് നിൽക്കുന്നത് എന്താണ്, വാക്യൂം ആണ്. അതാ ഇവിടെ പറഞ്ഞ സിൻസ് വാക്യൂം ഹാസ് വെരി ഫാസ്റ്റ് റേറ്റ് ഓഫ് റിക്കവറി ഓഫ് ഡയലക്ട്രിക് സ്ട്രെങ്ത്, then the arc extinguishing in a VCB vacuum circuit breaker occurs with a short contact separation. ഭയങ്കര ചെറിയ കോണ്ടാക്ട് സെപ്പറേഷനിൽ നിന്നാണ് VCBയിൽ ആർക്ക് എക്സ്റ്റിങ്ഷൻ നടക്കുന്നത്, എക്സ്റ്റൻഷൻ നടക്കുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് VCB ഈസ് ഫസ്റ്റ്, നോ ഫയർ ഹസാർഡ്സ്, തീയൊന്നും കത്തിപ്പിടിക്കത്തില്ല. പിന്നെ കോമ്പാക്റ്റ് ആണ്, റിലയബിൾ ആണ്, ലൈഫ് കൂടുതലാണ്, മെയിൻ്റനൻസ് കുറവാണ്, ലൈഫ് ഭയങ്കര കൂടുതൽ ക്വാറ്റ് ഇൻ ഓപ്പറേഷൻ ആണ്, കൂടുതൽ ലൈഫ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലേ. കോമ്പാക്റ്റ് ആണ്, റിലയബിൾ ആണ്, ലൈഫ് ലോങ് ആണ്. They can interrupt any faulty current or any faulty current. എത്ര വലിയ കറണ്ടിനെയും ഇന്ററപ്റ്റ് ചെയ്യാൻ, ഫോൾട്ട് കറണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇന്ററപ്റ്റ് ചെയ്ത് ഡയലക്ട്രിക് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വാക്വം സർക്യൂട്ട് ബ്രേക്കറിന് പറ്റും. Then there is no generation of gas during and after operation. ഈ SF6 ഒക്കെ ഉപയോഗിക്കുമ്പോഴേ ആർക്ക് ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും, ഭയങ്കര പുക പോലെ ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഗ്യാസ് ഫോർമേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല, ജനറേറ്റ് ചെയ്യില്ല. പിന്നെ ലിറ്റിൽ മെയിൻ്റനൻസ് ആൻഡ് ക്വാറ്റ് ഇൻ ഓപ്പറേഷൻ, അധികം മെയിൻ്റനൻസും വരില്ല, ഒരുപാട് വർക്കിംഗ് എന്ന് പറയാനുമില്ല. സക്സസ്ഫുള്ളി വിത്ത്സ്റ്റാൻഡ് ലൈറ്റ്നിങ് സർജ്, അതാണ് എനി ഫോൾട്ട് കറണ്ട് വന്നാലും വിത്ത്സ്റ്റാൻഡ് ചെയ്യും എന്ന് പറയുമ്പം എന്താ പറയാ, ലൈറ്റ്നിങ്, വലിയ ലൈറ്റ്നിങ് സർജിനെയും എന്ത് ചെയ്യാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. വലിയ മിന്നൽ വന്നാലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. Then application, outdoor application ranging from 22 kV to 66 kV. 26 kV മുതൽ 66 kV വരെയുള്ള ഔട്ട്ഡോർ ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ VCB ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിക്ചർ ഞാൻ കൊടുത്തേക്കാം. ഭയങ്കര സിമ്പിൾ ആയിട്ട് എല്ലാം ഈ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ, കൺസ്ട്രക്ഷൻ ഫിക്സഡ് പോയിന്റ്, മൂവിംഗ് പോയിന്റ് ഒരു ആർക്ക് ചെയ്യും, പിന്നെ അവിടെ ആർക്ക് ഷീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ പ്രിൻസിപ്പിളിലും വർക്കിങ്ങിലും എല്ലാം പറയുന്ന ഒന്നാണ്, ഇൻട്രോയിലും പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ്. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ളത് എന്താണ്, ഈ അഡ്വാൻറ്റേജ് പറയുന്ന, ആപ്ലിക്കേഷൻ പറയുന്നത്. അപ്പൊ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എന്റെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെന്റ് ചെയ്തോ, ഞാൻ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. Then thank you.